Yes, hi dears, welcome to Eduport. എടാ നാളെ നമ്മുടെ എക്സാം ആണല്ലേ, വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ വേണം അല്ലേ. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ടെൻഷനിലായിരിക്കും. ടെൻഷനൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കോ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു വഴി പറഞ്ഞു തരട്ടെ. യെസ്, പക്കാ പ്രഡിക്ഷൻ. നാളെ നിങ്ങൾക്ക് ഹിന്ദി എക്സാമിന് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് പഠിച്ചിട്ട് നിങ്ങൾ പൊക്കോ, നാളത്തെ എക്സാം കളറായിരിക്കും. ഓക്കെ, യെസ്, നോക്കടാ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നാളെ വരാൻ പോകുന്നത് നോക്കിക്കേടാ. ഒന്നാമത്തെ ചാപ്റ്റർ അനുതാപ്. അനുതാപിൽ നിന്നും എന്താണ്? യെസ്, ഒരു ബാത്ത് ചെയ്ത ഒരു കോൺവെർസേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ മധുരതു, കവിതയാണ്. മധുരതുയുടെ ആസ്വാദൻ ടിപ്പണി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രാവശ്യവും നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് യഹ് ഹമാരാ അധികാർ ഹേ, വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സൂചന അധികാർ പത്ര തയ്യാർ കരേ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും ഇത് പഠിക്കണേ മക്കളെ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 മാർക്കിന് നിങ്ങൾക്ക് കാണാം. യെസ്, നെക്സ്റ്റ് ജുലൂസ് എന്ന ചാപ്റ്ററിൽ നിന്നും ചരിത്ര പർ ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്, നമ്മുടെ ഇബ്രാഹിം അലിയുടെ മറ്റോ ആരുടെ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദോഹയാണ്. ദോഹ കഴിഞ്ഞ എക്സാമിനൊക്കെ വന്നതല്ലേ, വരൂല എന്ന് വിചാരിക്കേണ്ട. നിർബന്ധമായിട്ടും ഒരു ദോഹയുടെ ആശയം നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഫിലിമി സമീക്ഷ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിന്റെ ഫിലിം കി സമീക്ഷ ലിഖേം, അതായത് മൻപസന്ദ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം, ഏത് ഫിലിം ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ബ്ലാക്ക് തന്നെ എഴുതി വെച്ചോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും നാളെ വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ചാന്ദ് ഓർ കവി, ആസ്വാദൻ ടിപ്പണി നിർബന്ധമാണ്, പഠിക്കണം. നാളെ ചാന്ദ് ഓർ കവിയിൽ നിന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് ആസ്വാദൻ ടിപ്പണി ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയാം. നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് മേടിച്ചു തരാൻ പോകുന്ന ചാപ്റ്റർ ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. എന്താ? ഗദ്ദാംശക്ക് സംക്ഷേപൺ കര. എന്തടാ സംക്ഷേപൺ? ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ സഹി മിലാൻ കരെ, മാച്ച് ദ ഫോളോയിങ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിലെ ഘടനകൾ പഠിച്ചോ, മാച്ച് ദ ഫോളോയിങ് വരും. ദെൻ നെക്സ്റ്റ് ആത്മകഥ. ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിന്റെ ആത്മകഥ എഴുതാൻ നിങ്ങൾക്ക് വരും. സോ അത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കണം. പാസ് ആവാനുള്ള മാർക്ക് തരാൻ പോകുന്ന ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് പത്തർ കി ബെഞ്ച്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തടാ? ആസ്വാദൻ ടിപ്പണി ചോദിച്ചിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചേക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ദുഃഖ്. ദുഃഖിൽ നിന്നും ഒരു ലെറ്റർ ആൻഡ് ഡയറി. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും നാളെ ചോദിച്ചിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റില് അപരാധ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഡയറി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ സഹി മിലാൻ കരെ, അതിലെ ക്യാരക്ടേഴ്സും അവരുടെ സ്വഭാവമൊക്കെ വെച്ചിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. ഈ 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഏതാടാ? കഹ്ന നഹി മാതാ. ഉറപ്പാണ്, എന്ത്? കവിതയാണ്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് 6 മാർക്കിന്റെ ആസ്വാദൻ ടിപ്പണി ആയിരിക്കും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ കുറെ ടെൻഷൻ കുറഞ്ഞില്ലേ? ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചോ, പാഴാകില്ല. നാളെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്.